Hello friends, welcome back to Marian's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മാഗിയുടെ പാക്കറ്റ് നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിലത്തെ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കാറില്ല. അത് ഈസിയാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇതും ഈസിയാണ്, ഒരു 10 മിനിറ്റ് മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. കാണുമ്പോൾ തോന്നും കുറേ സോസും കാര്യങ്ങളൊക്കെ വേണമെന്ന്, പക്ഷെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് അരി വേവിച്ചെടുക്കുന്നത് എങ്ങനെ, കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് ഊറ്റി കളഞ്ഞിട്ടല്ല നമ്മൾ അരി എടുക്കുന്നത്. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതെടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ ഈ നൂഡിൽസ് മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്തിട്ട് ഊറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഊറ്റി വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു എടുക്കുന്ന നൂഡിൽസിനനുസരിച്ച് സവാള എടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴഞ്ഞു വരണം. ചെറുതായിട്ട് നുറുക്കിയ സവാളയാണ്. ഞാൻ ഏകദേശം ഒരു വലിയ സവാളയും ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ കുറച്ച് പച്ചക്കറി, കുറച്ച് ഉരുളൻകിഴങ്ങ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് ചേർത്തിട്ടുണ്ട്, ഗ്രീൻ പീസ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ പച്ചക്കറി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേവിക്കാത്ത പച്ചക്കറികളല്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും പൊടികളൊക്കെ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും പച്ചക്കറികളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അത് വഴഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു കൃഷിയുടെ ഇതിൽ നിന്ന് തന്നെയാണ് ഈ തക്കാളി എടുത്തിരിക്കുന്നത്. അതും വേപ്പിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. വേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി എല്ലാം നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി വരണം. അപ്പോൾ കണ്ട തക്കാളിയുടെ കളറെല്ലാം നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഈ മാഗിയുടെ പാക്കറ്റിൻ്റെ അകത്ത് ഒരു മസാലേൻ്റെ ഒരു പാക്കറ്റ് കാണാറില്ലേ, ചെറുത്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പാക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ അതിനകത്ത്, അതും കൂടി ചേർത്ത് ഇതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളൊക്കെ നിങ്ങളുടെ എടുക്കുന്ന നൂഡിൽസിന് അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നൂഡിൽസ് വേവിച്ചണ കാരണം ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരേണ്ട അത്രയും വെള്ളം മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം മതിയാവും. അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നൂഡിൽസ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം കറക്റ്റ് ആവും, കാരണം ചെറിയ തീയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം മിക്സായി വരുമ്പോഴേക്കും വെള്ളം എല്ലാം കറക്റ്റ് പരുവത്തിൽ ആയി കറക്റ്റായിട്ട് നമുക്ക് നൂഡിൽസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നൂഡിൽസ് എല്ലാം നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചിട്ട് എളുപ്പത്തിൽ അതിൻ്റെ ഉള്ളിലത്തെ മസാല മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഈ മല്ലിയില സ്പ്രിംഗ് ഒനിയനും. ഈ സ്പ്രിംഗ് ഒനിയനൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നൊരു സംഭവമാണ് കേട്ടോ. അത് 2-3 സവാള എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. അതിന് മുള വരുമ്പോൾ നിങ്ങൾ മുറിക്കുന്നിടത്ത് വെച്ചിട്ട് പിന്നെയും അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സാധാരണ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വലിയ ആൾക്കാർക്കൊന്നും നൂഡിൽസ് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എരിവുണ്ട്, അതേമാതിരി മസാലകളുണ്ട്, പച്ചക്കറികളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.